ഓക്കെ, ജോലിക്ക് പോകുന്ന ഷൂ ഇടണോ ചെരുപ്പ് ഇടണോ ചോണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ മഴ പെയ്യില്ല, അങ്ങനെയൊക്കെയാണ്. ശരി, ഷൂവിനിടാം, മഴ പെയ്യൊന്നുമില്ല, കൺഫേമാണ്. വെതർ റിപ്പോർട്ട് നോക്കി. ഓക്കെ ബൈസൺ പോകുന്ന റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23 മെയ് 2026 ശനിയാഴ്ചയാണ്. ഇന്ന് ഉച്ചയ്ക്ക് റൗണ്ട് പോയായിരുന്നു. ഭയങ്കര മോശം കേട്ടോ, ശോകം, ഓട്ടമേ ഇല്ല, വേസ്റ്റ്. വൈകിട്ട് എങ്ങനെ തന്നെ ഓടി നോക്കി പറ്റുള്ളൂ. ഇതുവരെ ഓർഡർ അടിച്ചില്ല. ഞാൻ എന്തോന്ന് കമ്പൊക്കെ ഓർഡർ വെച്ചിരിക്കുന്നത്. ആര് പിള്ളേരെ ബാറ്റ്, അത് കമ്പ്. ഒന്നൊക്കെ ബാറ്റ്, മടല്. ആ പക്ഷെ ബാറ്റിൻ്റെ ഷേപ്പ് ആയില്ല നല്ല പോലെ. ഓക്കെ ബൈ ചേട്ടാ, ബൈ സി യു. അപ്പോൾ നേരെ പൂജപ്പുര മെയിനോട് പോകാം. അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. മണി ഇപ്പോൾ 7:30 മണി അവർ ഇപ്പോഴാണ് ഫസ്റ്റ് ഓർഡർ അടിക്കുന്നത്. ഭയങ്കര പോസ്റ്റ് ദിവസമാണ് ഇന്ന് ദിവസം. ഉച്ചയ്ക്ക് ഓടിയപ്പോൾ വലിയ ഏണിങ്സ് ഒന്നും ഇല്ല, ഇൻസെൻറ്റീവും കുറവായിരുന്നു. ഇന്ന് വൈകിട്ടെങ്കിലും എന്ന് കേട്ട് വിചാരിച്ച് ഇപ്പോഴും പോസ്റ്റ് തന്നെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റും. വ്ളോഗ് ആയിട്ട് കാര്യമില്ല, ജോലിക്ക് പോയിട്ട് കാര്യമില്ല. ശരി വാ, എന്തായാലും ഇറങ്ങിയല്ലേ, ഒരെണ്ണം പോയി നോക്കാം. കറുപ്പ് പടത്തിലെ പാട്ട് ഒരു രക്ഷയിലാട്ടോ, രോമാഞ്ചം തന്നെ. ഇപ്പോൾ ഈ കാന്താര സിനിമ ഇറങ്ങിയ ശേഷം ഭയങ്കര ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം ആൾക്കാർ കേട്ടോ. ഇപ്പോഴത്തെ മാസ് ഹീറോയുടെ പടമൊക്കെ ദൈവത്തിനെ ചിറക്കുമ്പോൾ പടം നല്ല ഓടുകയും ചെയ്യണം. നല്ലപോലെ എന്താ പറയുക, ആൾക്കാർക്ക് ഒരു കാണാൻ ഒരു വൈബ് ആയിരിക്കണം. സംഭവം പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടും. അറിഞ്ഞൂടാ, സൂര്യയുടെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് പറയാം അല്ലേ. എന്തായാലും അടുത്ത പടം ഇതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞാൽ എനിക്ക് പഴയ സൂര്യയുടെ പടം അതേ കണക്കിന് പറഞ്ഞ അയൺ, ആദവൻ, ആ സ്റ്റൈലിൽ പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലത്തെ പടങ്ങളൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഫെസ്റ്റിവൽ ആയിരിക്കും തിയേറ്റർ മൊത്തത്തിൽ. നോക്കാം. അങ്ങനെയൊക്കെയാണ് പാട്ട്. അപ്പോൾ കറുപ്പ്, കാന്താര, ഓരോ ദൈവങ്ങളും ഓരോ പവർ അയക്കണം. കാന്താര കാട്ടിൻ്റെ അകത്ത്, കറുപ്പൻ സിറ്റിക്കകത്ത്. ലൈറ്റൊക്കെ അടിപൊളിയായിരിക്കണം. ഇവിടെ എന്തോ പോലീസ് ഗ്രൗണ്ടിനകത്ത് എന്തോ ഒരു ഫെസ്റ്റിവൽ കണക്കെയാണ്. ഫെസ്റ്റിവലാണ് അതെന്തോന്നാണ്, മേള. പ്ലാവ് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് പ്ലാവ് എന്ന് പേര് വരാൻ കാരണം എന്താ പറയുമ്പോൾ, ഇവിടെ പ്ലാവ് മരമുണ്ട്. ആ പ്ലാവിൻ്റെ ലോഗോ ഉണ്ടാ, പ്ലാവിൻ്റെ മരമാണ്. അതുകൊണ്ടാണ് പ്ലാവ് റെസ്റ്റോറൻറ്റ് എന്ന് പേരിടാൻ കാരണം. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ടോ? റെഡി ആയില്ല, വെയിറ്റ് ചെയ്യാം. 6820 നെക്സ്റ്റ് ഫ്രൈഡ് റൈസ്, പ്ലാവ് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് വെജ്, പാർഡോർ സാലഡ് ചിക്കൻ, 3 ഐറ്റം ഉണ്ട്. ഓക്കെ ഞാൻ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക്. മണി ഇപ്പോൾ 7:40. എൻ്റെ അമ്മോ, ശ്രദ്ധിച്ച ബൈക്ക് മാറിപ്പോലും. ബൈസണ്ണ മറന്നാ നീ? ഞാൻ ഇതാത് ബൈക്ക്. അപ്പം TVS റോണില്ല. സോറി ബൈസൺ, പെട്ടെന്ന് കണ്ടപ്പോൾ എന്നെ പോലെ ഇരുന്നു. പക്ഷെ കളർ നോക്കേണ്ട സുതീക്ഷ, അത് ബ്ലാക്ക്, മറ്റേത് സിൽവർ അല്ലേ. എന്തോ മൈൻഡ് തലവേദന ആയതുകൊണ്ട് കളറൊന്നും പിടിക്കുന്നു കണ്ണിന്. ഞാൻ ഇപ്പോൾ എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ മതിയാവും. ഹെൽമെറ്റ് വീണ വണ്ടി വയ്ക്കണ ഒരു ബാക്കുണ്ട് വെച്ചോളാം, അതാണ് വിഷയം. ബാക്കിലോട്ട് മറ്റുള്ള വണ്ടി എടുക്കണം എന്നുള്ള വിചാരം ആർക്കും തന്നെ ഇല്ല. കൊണ്ട് കയറ്റി വെച്ചത് അതങ്ങനെ എടുത്തിട്ട് പോട്ടെ. ലാസ്റ്റ് ഒരു ഹെൽമെറ്റ് തറയിൽ വീണ് പൊട്ടണമെങ്കിൽ നമ്മുടെ അതിലാവും. ഇതൊരു ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ പോകാം. മണി ഇപ്പോൾ 7:40. അപ്പോൾ നമ്മൾ പോകേണ്ട ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കേശവാസപുരമാണ്. ഇവിടുന്ന് കറക്റ്റ് 5.3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ വ്ളോഗ് ചെയ്യുന്ന ദിവസം കുറച്ച് ഓർഡർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ലൊക്കേഷനിൽ പോകാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കണ്ടന്റ് നമുക്ക് സംസാരിക്കാൻ കൈ കിട്ടും. ഇതൊന്നും കെട്ടിട്ടുള്ളതാ, എന്ത് പറയാം. ആ പടം ഒരു ഓർഡർ ആയുള്ളൂ. ഇവിടെ നമ്മൾ കേശവാസനം പോണ വഴിക്ക് എന്തൊന്ന് കാണിക്കുക, എന്തൊന്ന് പറയാം. ഉപേക്ഷ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും പൈസ കടം മറിച്ചെങ്കിൽ ട്രിപ്പ് അടി, വേറെ വഴിയില്ല. എവിടെയെങ്കിലും പോകണം നല്ലത്. കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ലോങ് ട്രിപ്പ് അടിക്കണം. അതായത് ഹോട്ടലിലും താമസിക്കാൻ പാടില്ല, ഫുള്ള് ഇതായിരിക്കണം. എന്തോന്നത് ടാർപ്പളം കെട്ടി താമസിക്കില്ല. പേര് തോന്നുന്നു ക്യാമ്പല്ലേ, ക്യാമ്പാണ് ടെൻ്റാണ് എന്തോന്ന്. അതുപോലെ സംഭവം നമ്മൾ കെട്ടി താമസിക്കണം, റൂം എടുക്കാതെ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പോകണമെന്നൊക്കെ, എവിടെയെങ്കിലും ലോങ് പോകണം എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, ഫാമിലിയുടെ കിടക്കയല്ലേ, ഇവരൊക്കെ നോക്കണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ദിവസവും വീട്ടിൽ വന്നു പോയിരിക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് സൊമാറ്റോ വ്ളോഗിനെ ചെയ്യാം. പൈസ കിട്ടുമ്പോൾ ട്രിപ്പ് പോവാം. തലവേദന സഹിക്കാൻ പാടില്ല കേട്ടോ. റൈറ്റ് സൈഡിൽ ഇത് ഉച്ചയ്ക്ക് ഇടുന്നത് നല്ല വെയിലത്ത് ഓടി ഡീഹൈഡ്രേഷനായി, ചെറിയ ലൈറ്റ് വിശപ്പും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർന്നപ്പോൾ വൈകിട്ടായപ്പോൾ തലവേദന തുടങ്ങി. ഇപ്പോൾ അത് പോകണമില്ല, അവിടെ കിടക്കുകയും ചെയ്യണം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ശരിയാവായിരിക്കും, നോക്കാം. പൂവ എടുത്ത് ഒരു മാല കൊടുത്ത് വച്ചേനേ ചിന്നറാസ. നല്ല പാട്ടല്ലേ ഇതൊക്കെ. ഇതുപോലത്തെ പാട്ട് കേട്ട് രാത്രി ട്രാവൽ ചെയ്യണം. ഇത് വൈബ് എന്ന് പറയുമ്പോൾ ഇത് കൊതിയാണ് കേൾക്കുമ്പോൾ തന്നെ. ഇപ്പോൾ ഭയങ്കര ബിസി ആയിപ്പോൾ, എന്ത് ചെയ്യാൻ. ഇപ്പോൾ രണ്ടാമത്തെ ആൾ വന്നിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലവ് കുറച്ച് കൂടിയിട്ടുണ്ട്, പഴയ പോലെ അല്ല. ഇപ്പോൾ എല്ലാം നോക്കണ്ടേ, എല്ലാം ശരിയാവും ശ്രദ്ധിച്ചേ. അത്ര തന്നെ നമ്മളെ ട്രാവലാണ് നമ്മളെ ജോലി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിലെ ചെയ്യേണ്ട ആദ്യം. ഇതല്ലേ ലൊക്കേഷൻ, ഇവിടെ അതൊരു വീട്ടിലാണ് പറഞ്ഞത്. ഹൗസ് നമ്പർ നോക്ക്. പൂവ എടുത്ത് ഒരു മാല കൊടുത്ത് വെച്ചേനേ. ഹൗസ് നമ്പർ 38. ഇത് തന്നെ 38A അല്ലേ. ഹലോ, സൊമാറ്റോ ആണേ, ഇവിടെ അല്ലേ? ഓക്കെ ശരി, ഡെലിവേർഡ് പോന്നാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഒരു മിനിറ്റ് അങ്ങോട്ട് പോയിട്ട് ഒന്ന് നോക്കാം. ഷൂവിൻ്റെ അകത്ത് എന്തോ ഒരു കയറിയ പോലെ തോന്നണം. എന്തോ കയറി ഷൂവിൻ്റെ അകത്ത്, അവിടെ ചിലന്തിയിലാണോ? എന്തോ അത്, ഇതൊക്കെ എവിടെ നിന്ന് കയറി ഇതൊക്കെ? ഞാൻ പേടിച്ചു പോയി, ചിലന്തി വല്ല ചവിട്ടി ചമ്മന്തി ആക്കിയ. ലോങ് ഓർഡർ, അടിപൊളി. ഇതൊക്കെ അല്ലേ വേണ്ടത്, പാരഗൺ റെസ്റ്റോറൻറ്റ്. വേറെ ഒന്നും അകത്തില്ലല്ലേ ഷൂവിൻ്റെ അകത്ത്. ഇത് എവിടെ നിന്ന് വീണമെന്തോ, എന്തൊരു സാധനം അത്. സാധനം പിള്ളേരെല്ലാം കളിച്ചിട്ട് കാണാം കേട്ടോ, ചവറ കൊണ്ട്.
ബെസ്റ്റ്. ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേക്ക് ഫീലായി കാലിനകത്ത് എന്തോ ഉള്ളതുപോലെ. സംഭവം ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചിലന്തി ഞാൻ ചവിട്ടി ചമ്മന്തിയാക്കി വീട്ടിൽ പോയി നോക്കിയപ്പോൾ പിന്നെ ആ ഷൂ കംപ്ലീറ്റ് കഴുകി എടുത്ത് കാല് വൃത്തിയായി കഴുകി. കാരണം ചിലന്തി ഈ വിഷമാണ്, മനസ്സിലായത്. നമ്മളെ കാലിൻ്റെ സ്കിന്നിന് ഡാമേജ് ആവും, ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ അലർജി ആവും. ഭാഗത്തൊന്നും ആയില്ല, കാലിൽ അടിഭാഗമായുണ്ട്. അടിഭാഗം കുറച്ച് കട്ടി കൂടുതലല്ലേ, അത് കുഴപ്പമില്ല. ശരി വാ പോ, സത്യം പറയാമല്ലോ. ഓക്കെ കയറി ബാക്കി വണ്ടി പറഞ്ഞ സ്പീഡ് കൊടുക്കും. നമ്മളെതിരെ പറഞ്ഞ വണ്ടി സ്പീഡിൽ പറഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടാണ്ട് സ്പീഡ് കൂട്ടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ വണ്ടി നമുക്ക് വേണ്ടി ബ്രേക്ക് ഇട്ട് നിന്ന് അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. വേണ്ട, എന്നാൽ ഞാൻ ഇപ്പുറത്താണ് പോകേണ്ടത്. ഞാൻ അവിടെ വണ്ടി ഇരിക്കോട്ടെ, പയ്യെ കയറാം അപ്പുറത്ത്. അല്ല വണ്ടി പറഞ്ഞാൽ വണ്ടി വരുത്. അത് വണ്ടി ടൊയാറ്റോ ആണല്ലോ, നല്ല സൈസ് ഉണ്ട് കാണാൻ, നല്ല പ്രീമിയം വണ്ടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വണ്ടിയിൽ കാണും ട്രിപ്പ് പോകണ്ട സുധീഷേ. പിന്നെ അല്ലാതെ നമുക്കിതൊന്നും വേണ്ട, ഒരു മാറി സെന്നായാലും മതി, സന്തോഷമായിട്ട് പോയിട്ട് വരും. പോകുന്ന വണ്ടി യാതൊന്നല്ല, പോകുന്ന ആൾക്കാർ ആരെ കൂടെ ആണ്, മനസ്സിലായി. അവരെ കൂടെ നമ്മൾ സന്തോഷമായിട്ട് പോയാലും മതി. ഏത് ട്രിപ്പ് സൂപ്പറായി. ഇൻ്റർലോക്ക് ഇളകി വീഴോ, സൗണ്ട് കിടക്കുന്നു. എന്ന് ഇളകി വീഴണോ എന്തോ, എല്ലാം ലൂസായി കിടക്കണം, ടൈറ്റാക്കുന്നു. ഇവിടെ പിന്നെയും ബ്ലോക്ക് ചെയ്താൽ അവിടെ എന്തോ ഇത്രയും വണ്ടി അറിയാം. പാർക്കിംഗ് ഫുൾ ഇട്ടാന്ന്, തിരക്ക് കൂടുതലാണ്. റെഡിയാവോ എന്തോ നോക്കട്ടെ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും, അല്ലെങ്കിൽ പോസ്റ്റ് ആയിരിക്കും. ഓക്കെ റെഡിയായി, സൂപ്പർ. ശരി എന്നെ സുധീഷ് ലക്കുണ്ട് കേട്ടോ എനിക്ക്. 4005 വലിയ ഓർഡർ, 40 അത് തന്നെ വർഷം. ഓക്കെ ഓർഡർ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് ചിക്കൻ ചെറിയ ഉള്ളി ഫ്രൈ, പൊട്ട്, അച്ചായൻ ചിക്കൻ ഫ്രൈ, കേരള പൊറോട്ട പേക്ഡ്. എൻ്റെ അമ്മ ഒടുക്കത്തെ ബ്ലോക്കാണ്, വണ്ടി തിരിക്കാൻ സ്ഥലമില്ലല്ലോ. എന്ത് ചെയ്യാൻ? 2 മിനിറ്റ് മാറിയപ്പോൾ ഇത്രയും ബ്ലോക്കാണ്. ഒരു അരമണിക്കൂർ നിന്നെങ്കിൽ വണ്ടി അനക്കാൻ പറ്റില്ലല്ലോ. എന്നാ ഒന്ന് മാറ്റുന്ന കൊള്ളായിരുന്നു. കയറിപ്പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓക്കെ. ഓ മൈ ഗോഡ്, ദ ട്രാഫിക് ബ്ലോക്ക് ഈസ് ഹൈ. പയ്യപ്പോ മതി. താങ്ക് യു. ഓക്കെ അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാങ്കോണ്ടാണ്. ബാങ്കോണ്ട് പറഞ്ഞാൽ വട്ടപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് അവിടെ റൈറ്റ് എടുത്ത് കുറച്ച് ദൂരം പോകണം അകത്തോട്ട്. കറക്റ്റ് ഇവിടെ നിന്ന് 12 കിലോമീറ്റർ നമ്മൾ ദൂരമുണ്ട്. നല്ല ലോങ് ഓർഡറാണ്, നല്ല എൻജോയ് ചെയ്ത് സൂപ്പറായി പോയിട്ട്. അപ്പോൾ ലോങ് ഓർഡർ കിട്ടിയ സന്തോഷമാണ്, കുറേ ട്രാവൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഓർഡർ കൊടുത്തിട്ട് വരുമ്പോഴേ ഒരുപാട് സമയം എടുക്കും. എന്തായാലും ഒരു 3/4 മണിക്കൂർ മുകളിലാണ് അടുത്ത് ഓർഡർ അടിക്കുന്നുണ്ടെങ്കിൽ. അതാണ് വിഷയം, ടൈമാണ് വിഷയം. ശരി, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ തലവേനായതുകൊണ്ട് നമുക്ക് ഇവിടെ ലോങ് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ പോകുന്ന ഒരു ഗുളിക കഴിച്ച്, തലവേന ഗുളിക സഹിക്കാൻ പറ്റില്ല സംഭവം. ഞാൻ വീട്ടിലാണെങ്കിൽ കഴിക്കൂല, കിടന്ന് ഉറങ്ങിയാൽ ശരിയാവും. ഇതിപ്പോൾ ജോലി ചെയ്യണ്ടേ, ജോലിയും ചെയ്യണം, വ്ളോഗും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ തലവേന കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മളങ്ങനെ മണ്ണന്തല എത്തിയിട്ടുണ്ട്. മണ്ണന്തല ജംഗ്ഷൻ, ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് പോകണം. സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അതാണ് വട്ടപ്പാറ. ഈ മണ്ണന്തലൊക്കെ എൻ്റെ ഫേവറേറ്റ് ഏരിയയാണ്. ഇങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അടിച്ച ഓർഡറെല്ലാം അങ്ങോട്ടായിരുന്നു, ശ്രീകാര്യം കഴക്കൂട്ടൊക്കെ. കണ്ട് വെറുത്ത് പോയി. ഒരേ കാര്യം റിപ്പീറ്റ് കാണുമ്പോഴേ മടുപ്പ് വരും, മനസ്സിലായോ? ഒരു വെറൈറ്റി വേണം ഇടയ്ക്കിടയ്ക്ക്. പണ്ടൊക്കെ അങ്ങനെയല്ല, ആഴ്ചയിൽ 7 ദിവസം 7 ഏരിയയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിരിക്കും ഓരോ ദിവസവും. 110 ചില്ലറ ഉണ്ടല്ലോ വിഷയം, പൈസ ഉണ്ട്. 110 വ്ളോഗറോ യൂട്യൂബറോ? ബൈക്ക് റൈഡ്, പ്രോ റൈഡർ. ഓക്കെ താങ്ക് യു. പോന്നാ കമോൺ. ഞാൻ വലിയ വ്ളോഗറാണ്, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇത്രയും വലിയ ഫേമസ് KLTN വ്ളോഗറിനെ ഇങ്ങോട്ട് ചോദിക്കുന്നു, ബ്രോ വ്ളോഗറാണ്, ക്യാമറയ്ക്ക് എന്തിനാണെന്ന്. മാനക്കേട് സുധീഷ് ഇങ്ങനെ തന്നെ പോരാ, ഇനി ഫേമസ് ആവണം. ഈ ലോകം മൊത്തം നമ്മൾ അറിയണം ആരെന്നുള്ളത്. KGF സിനിമയൊക്കെ കാണും, ആ യാഷിൻ്റെ ഡയലോഗൊക്കെ ഓർമ്മിച്ചു പോയി. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ എന്താണ് സംഭവം? പവർഫുൾ പീപ്പിൾസ് കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടല്ലോ. എന്നും പറഞ്ഞ് ഏതെങ്കിലും കോറിയിൽ പോയിട്ട് അടി ഉണ്ടാക്കാൻ പോവല്. നമ്മൾ ചെയ്യേണ്ട ജോലിയെ സിൻസിയറായിട്ട് നല്ല ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ളത് ശരിയായിക്കോളും. ഇപ്പോൾ നമ്മൾ വട്ടപ്പാറ ജംഗ്ഷനിൽ റൈറ്റ് എടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും ബാങ്കോട്. മാപ്പ് നോക്കണം സുധീഷ്. അയ്യോ എന്തോന്ന് ബ്രൈറ്റ് ഇത്, ഒന്നും കാണാൻ പറ്റില്ല ഫ്രണ്ടിൽ. ഒന്നാതെ തലവേദനയാണ്, അതിനിടയ്ക്ക് ബ്രൈറ്റ് ലൈറ്റ് അടിക്കുമ്പോഴേ കണ്ണുകൂടെ ഡാമേജ് ആയി പോകും. ഓക്കെ, ഇവിടെ നിന്ന് ഇനി മാപ്പ് ഇട്ട് പോകുന്ന ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്, മാപ്പ് പല വഴിയും കാണിക്കും. കാരക്കളയിൽ കറക്റ്റ് മെയിൻ റോഡ് പിടിച്ച് പോയാൽ വേറെ വിഷയമില്ല, കുറച്ച് കറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ സുധീഷ്? ഇത്രേ ഉള്ളൂ, ബാ നേരെ പോയാൽ മതി അങ്ങോട്ട്. പോട്ടെ. ആന ഇറങ്ങും മാമലയിൽ ആരാരും കേറാപ്പൂമലയിൽ. എവിടെ നിന്നാണ് പറഞ്ഞത്? ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ലൊക്കേഷൻ എത്ര ഇവിടെ 20 മീറ്റർ ദൂരമേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് കാട്ടിനകത്ത് പോയില്ല. സാറ് ഇവിടെ ഓർഡർ അടിക്കുമ്പോഴേ കാട് തന്നെ ഇടയിൽ കാട്ടിനകത്ത് പോയില്ലെന്ന് പറഞ്ഞ് സൂപ്പർ അല്ലേ. വാ ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. ഇതുപോലത്തെ ഏരിയയിലാണ് ഓർഡർ അടിക്കേണ്ട, അങ്ങനെ അടിക്കേണ്ട, വൈബായിരിക്കും. എന്ത് രസം. ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് താമസിക്കണം. നല്ല കാം ആൻഡ് പീസ്ഫുൾ ഏരിയയാണ്. നല്ല പ്രകൃതി ഭംഗിയായിട്ട് കാഴ്ചയും കണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക. സൊമാറ്റോ ആണേ. വണ്ടി താഴെ പോകില്ലല്ലോ, ഗിയറിൽ കിടക്കാൻ കുഴപ്പമില്ല. ഇവിടെ അല്ലേ? ഓക്കെ ശരി പോവാ. ഓക്കെ ഡെലിവേർഡ്. ഓക്കെ അപ്പോൾ നേരെ എങ്ങോട്ട് അടുത്ത്? അവിടെ പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം. വീട്ടിലെ ഏരിയ നന്നായിരിക്കണം. ഇപ്പോൾ ജോലി ചെയ്യണ്ടേ, സമ്പാദിക്കണ്ടേ? പോ പിന്നെ കറങ്ങാം.
ഇപ്പോൾ അടുത്ത് എങ്ങോട്ട് പോകാം? നേരെ പോയി കഴിഞ്ഞാൽ പേരൂർക്കടയാണ്. ഇവിടുന്ന് കറക്റ്റ് 7 കിലോമീറ്റർ ദൂരം കാണിക്കുകയാണ്. അതേ പുറകോട്ട് വന്ന വഴി പോയി കഴിഞ്ഞാൽ കേശവാസപുരം, ഇവിടുന്ന് കറക്റ്റ് 12 കിലോമീറ്റർ ദൂരമുണ്ട്. സത്യം പറഞ്ഞാൽ കൺഫ്യൂസ് ആവുകയാണ് ഏത് വഴി പോകണം എന്നുള്ള കാര്യത്തിൽ. ശരി, ഇപ്പോൾ നേരെ പോകാം, പേരൂർക്കട പോകാം. വാ. സംഭവം റോഡൊക്കെ അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വിഷയമില്ല. അന്ന് വന്നപ്പോൾ റോഡ് ഭയങ്കര മോശമായിരുന്നു. അതാണ് ഈ വഴി കയറാൻ മടിച്ചത് ആദ്യം. ഇന്ന് കുഴപ്പമില്ല. ഓക്കെ, പറന്ന് പോവാം. വാ, കമാൺ. സൂപ്പർ ഏരിയ അല്ലേ? ആഹാ, ഇവിടെയൊക്കെ ഒന്ന് മാസങ്ങളായി, വല്ലപ്പോഴും ഓർഡർ അടിക്കോളും. കോവിൽ ഉത്സവം ഉണ്ടല്ലോ. വാ, ഇതൊക്കെയല്ലേ കാണേണ്ടതല്ലേ പോകുന്ന വഴിക്ക്. ഇവിടെ അത് കോവിൽ ഉത്സവത്തിൻ്റെ പരിപാടി, സ്റ്റേജ് ഷോ എല്ലാം കഴിയാറായിട്ടാ. കൊള്ളാം, പോയല്ലേ. வைபு தான் இங்கே கோவில் வைபு தான் இந்த வைபுக்கு ஏற்ற റോഡ് താനട്ടാ. ഇവിടേക്ക് ഒരു 4 കിലോമീറ്റർ ട്രാവൽ കഴിഞ്ഞാൽ തലവേദന എല്ലാം പനി വരെ മാറും. അല്ല, തണുത്ത കാറ്റുകൊണ്ട് ഏരിയ ഫുൾ പീസ്ഫുൾ ആയിരിക്കുന്ന, സൗണ്ടും അധികമില്ല, വണ്ടികളും അധികമില്ല. നമ്മളങ്ങനെ ഏണിക്കര എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ പേരൂർക്കടയാണ്. ഇവിടേക്ക് റോഡ് കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. പെതുവഴി കയറി പോകാൻ നേരെ പോയിട്ട് റൈറ്റ് കയറണോ? ഓക്കെ, ഇത് മറ്റേ 1 വേ പോലെ ആക്കിയ. അപ്പം സൂപ്പർ. റോഡ് വികസിപ്പിച്ച് നല്ല വലുതാക്കിയിട്ടുണ്ട്. ഇനി കുറേ വർക്ക് ബാക്കിയുണ്ട്. നടുക്ക് ഡിവൈഡർ വരും, പിന്നെ ഇവിടെ സൈഡിൽ പ്ലാറ്റ്ഫോം, പിന്നെ നടുക്ക് വെള്ള ലൈനൊക്കെ വരച്ചെല്ലാം കഴിഞ്ഞാൽ റോഡ് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല വണ്ടി ഓടി സുഖമായിട്ട് പോകാം. അങ്ങനെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. വലിയ കടയിൽ റെസ്റ്റോറൻറ്റ്, പേരൂർക്കടയിലാണ്. റീച്ച് റെസ്റ്റോറൻറ്റ് റെഡി ആയില്ല, പ്രിപ്പയറിംഗ് ആണ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓർഡർ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല. പെട്ടെന്ന് റെഡി ആയില്ല, സന്തോഷമായി. 4802 തന്നെ 3 ചപ്പാത്തി വിത്ത് ബീഫ് കറി ബേക്ക്ഡ്. ലാസ്റ്റ് ഷവർ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും വാങ്ങണേ പോയി വാങ്ങിക്കാം. എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ബഡ്ജറ്റ് രാവിലെ തന്നെ കാലിയായി. സംഭവം ഞാൻ രാവിലെ തന്നെ മോരുമുള്ള ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു 100 രൂപ കാലിയായി. അതുകൊണ്ട് ഇന്നത്തെ ബഡ്ജറ്റ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഉള്ളൂ. ഒരു ദിവസം 100 രൂപയാണ് നമ്മളെ കണക്ക്. വെള്ളം സ്നാക്സിന് വേണ്ടിയിട്ട്. ഓക്കെ, പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ അടുത്ത് തന്നെ 800 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയിട്ട് റൈറ്റ് പോയാൽ മതി. ഓക്കെ, വഴിയെ കൊണ്ട് ബക്കാർ കുഴപ്പമില്ല, വണ്ടി പതുക്കെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ബമ്പ് ഉണ്ടാക്കി വെച്ചിക്കണോ കാരണം സ്ഥലത്ത് തന്നെ. എന്നെ സുല്ല എന്നെ വെല്ല യാറുമില്ല രാജാതി രാജന രാവണ. ഇവിടെയൊക്കെ ഏരിയ സൂപ്പറായിട്ടാ. പണ്ടൊക്കെ ഫുള്ള് ഓഫ് റോഡായിരുന്നു. ഇപ്പോൾ ഫുൾ ഇന്റർലോക്ക് ആയി വെച്ചിരിക്കുകയാണ്. കൊള്ളാം, നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് അതൊക്കെ. ഇവിടെ അധികം വണ്ടികളില്ലാത്തതുകൊണ്ടേ നമുക്കിവിടെ ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, എന്തുവാണ് ചെയ്യാം. ഐ ലൈക്ക് ദിസ് ഏരിയ. ഇറക്കം വഴിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെയാണ് കാണിക്കേണ്ടത്. പയ്യെ പോയാലോ. ഇറങ്ങിയിട്ട് ലെഫ്റ്റില്ല. അവിടെയൊക്കെ എവിടെ റോഡ്? ഇവിടെ തന്നെ വിഷയം. വിളിച്ചു നോക്കാം. കസ്റ്റമർ ഇപ്പോൾ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അംഗൻവാടിയിൽ അവിടെ നിൽക്കാൻ പറഞ്ഞു. അംഗൻവാടി എന്ന് പറയുമ്പോൾ അപ്പുറത്തല്ലേ? അവിടെ ഇതല്ലേ അംഗൻവാടി? ഇതല്ല, വീട് മുടുക്കിലായിരിക്കും പറഞ്ഞത് കേട്ടോ. അതാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. തലവേദന ലൈറ്റായിട്ട് കുറവുണ്ട്. എനിക്കൊന്ന് വീട്ടിൽ പോയി ഉറങ്ങിയാലേ ഫുള്ള് ശരിയാവുള്ളൂ. അതുവരെ അത് കുറച്ച് കിടക്കും. ക്യാഷാണോ? 28 ചില്ലറ ബാക്കി നോക്കട്ടെ. അങ്ങോട്ട് ചിലപ്പോൾ കാണൂല. 2 രൂപയല്ലേ നോട്ട്? കുഴപ്പമില്ലേ? ഓക്കെ, ശരി. എന്നാൽ ചില കസ്റ്റമർക്ക് ബാക്കി ചില്ലറ വേണമെന്ന് പറയുമ്പോൾ സന്തോഷമാണ്. പൈസയ്ക്ക് വേണ്ടിയില്ല. ചിലപ്പോൾ നമ്മൾ ചില്ലറ കാണില്ല, നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ഗിൽറ്റി ഫീലായി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ അവരെന്നെ വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ അത്ര തന്നെ. ഓക്കെ, പോകാം. സൂപ്പർ ഏരിയയിലെ എന്ത് രസമായിരിക്കണം. നമുക്ക് നല്ല വലിപ്പമുള്ള റോഡ്, ഫുൾ ഇൻ്റർലോക്ക്, ഫുൾ നല്ല പ്രകാശമുള്ള ലൈറ്റ്. ഇവിടെയൊക്കെ പിള്ളേർക്ക് കളിക്കാം സൂപ്പറായിട്ട് നിന്ന്. വണ്ടികളധികം ഇല്ല. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് KFC റെസ്റ്റോറൻറ്റ്, കെസ്റ്റൺ റോഡ്, കവടിയാറ്. KFC കേൾക്കുമ്പോഴേ നെഞ്ചിനകത്ത് പേടിയാണ്. കാത്തു നിന്നാൽ ഫുഡ് കിട്ടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് KFC വന്നാച്ച്. മണിക്കൂർ കണക്കിന് വെയിറ്റ് ചെയ്യാൻ പോണ്. നോക്കാം, ചിലപ്പോൾ റെഡിയാൻ പറയാൻ പറ്റില്ല. റെഡിയായെന്ന് കാണിക്കണ്. ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കുമ്പോൾ പറയും ഇപ്പോൾ റെഡിയാകും. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് റെഡിയാകുമെന്ന് പറയും. സുധീഷ, ഈ പാട്ടിന് സ്ലോ മോഷൻ നടന്നു പോകണം കേട്ടോ. ഇപ്പോഴല്ലേ വൈബായത്. ഈ പാട്ട് എനിക്കിട്ട പോലെ കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ടേ. 0892. ഓക്കെ, ഓർഡർ പിക്ഡ്. പോന്ന സംഭവം വലിയ കുഴപ്പമില്ല. പോസ്റ്റൊന്നും ആയില്ല. ഇവിടെ ഫുള്ളാണ്. ഫുള്ളെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വലിക്കണം. വലിപ്പിക്കാൻ പാടില്ല, വലിച്ചാൽ മതി. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ KFCയിൽ വന്നു കഴിഞ്ഞാൽ റെഡി കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ വലിപ്പിക്കിട്ട്. ഇവിടെ വലിയ കുഴപ്പമില്ല. ഇവിടെയാണ് പ്രശ്നം, പട്ടത്ത്. അതുമല്ലാതെ എന്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡെലിവറി കൗണ്ടർ ഭയങ്കര മോശം. അറിയാമല്ലോ KFC പട്ടം. 2 സൈഡും ഔട്ട്ഡോർ AC ചൂട് കാറ്റ് കൊള്ളണം. അപ്പോൾ ആലോചിച്ച് നോക്കണം, ചൂട് വെയിലത്ത് വർക്ക് ചെയ്യണതേ പാടാണ്. അതിനിടയ്ക്ക് ചൂട് കാറ്റ് കൊണ്ടാൽ എന്ത് നൂഡിൽസ് ആയി പോകും. ഓക്കെ, പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുന്നപ്പുഴയാണ്. ഇവിടെ കറക്റ്റ് 6.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. അപ്പോൾ എന്തായാലും ഈ ഓർഡർ കൊടുത്തിരുമ്പോൾ കറക്റ്റ് 9:45 മണിയാവും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഓഫ്ലൈനിൽ പോയിട്ട് വീട്ടിൽ പോകണമെങ്കിൽ പോവാം. അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓർഡർ എടുക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം, സുഖം ഇഷ്ടം പോലെ. എന്തായാലും അവിടെ പോയിട്ട് ഓർഡർ കൊടുത്ത് ആലോചിക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, എന്തായാലും വലിയ കുഴപ്പമില്ല. ലാസ്റ്റ് ഓർഡർ തിരുമല ആയതുകൊണ്ട് നമുക്കിനി ആ വഴി വീട്ടിൽ പോകാൻ എളുപ്പമായി പോയി.
സൂപ്പർ ആയിക്കണം. ഓക്കെ, നമ്മളിന്ന് തിരുമല എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 500 മീറ്റർ ദൂരം എത്താറായിട്ടുണ്ട്. ഒരു ചെറിയ പ്രൊമോഷൻ എന്ന് പറഞ്ഞോട്ടോ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു 2 മിനിറ്റില്ല, ഒരു 30 സെക്കൻഡ് അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് തരും. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരുമ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് എപ്പോഴും കൂടെ കാണും. അപ്പോൾ അതേപോലെ തന്നെ ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചാൽ മതി. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ല പാക്കേജിൽ അത് കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടുത്തെ പമ്പ് പൂട്ടിയാ? അയ്യോ, ശരി തന്നെ, പൂട്ടിയതാണ്. പുതുക്കി പണിയായിരിക്കും, പൂട്ടാൻ കാണത്തില്ല. റീച്ച് ലൊക്കേഷൻ AR 107 അല്ലേ? ഇതെത്രയാണ്? അവിടെയാണോ? ഓക്കെ, ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ അടിക്കും. വെയിറ്റ് ചെയ്യണോ? ഒരു 9:50 ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനിൽ പോയാൽ വിഷയമില്ല. ഒന്നത് ഓട്ടോ ഇല്ല, അത് ഇടയ്ക്ക് ചുമ്മാ നിന്ന് അപ്പോൾ വീട്ടിൽ പോകാം. ഒട്ടും വയ്യ, തലവേദന, ക്ഷീണം എല്ലാം കൂടെ കിടക്കുകയാണ്. നല്ല പോയി നേരത്തെ കിടന്ന് ഉറങ്ങിയാലേ നാളെ ഞായറാഴ്ച ഫുള്ള് സൂപ്പർ എനർജിയോടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേരെ വീട്ടിൽ പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ ഇരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുമല്ലോ. ഇന്നത്തെ ദിവസം ഭയങ്കര പോസ്റ്റായിപ്പോയി. ഭയങ്കര ശോകം ഓർഡർ ശോകം, കടവുൾ തൂങ്കും നേരം പാർത്ത് സാത്താൻ ആട് മാട്ടം, ശോകം. ഇത് പഴയ 6 സിനിമയിലെ സൂര്യയുടെ പാട്ടാണ്. ഇത് സൂര്യ ഫാൻസർക്ക് അറിയാം ഈ പാട്ട് ഏതെന്നുള്ളത്. കുറച്ച് സാധനം വാങ്ങണമായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ തിരക്കാണല്ലോ നല്ല പോലെ. 4 പാല്, ദോശമാവില്ലെന്ന് പറഞ്ഞു. അത്ര തന്നെ മതി. മൊത്തം 4 ഐറ്റം. 4 പാല്. ബ്ലീച്ചിങ് പൗഡർ സെപ്പറേറ്റ് ആക്കണേ. 212 മൊത്തം. ഓക്കെ, 212 അല്ലേ? ശരിയാണ്. അപ്പോൾ ഈ ദോശമാവ് മാത്രം ബാക്കിയുണ്ട് വാങ്ങിയായിട്ട്. അത് തന്നെ പോകുന്ന വഴിക്ക് വേറെ കടയിൽ വാങ്ങിക്കാം. ബൈസൺ ഒരു രക്ഷയില്ല, പൊളി ലുക്ക് കേട്ടോ. അത് പറഞ്ഞില്ല ഡയലോഗ് അല്ലേ? സോറി കേട്ടോ, മറന്നുപോയി. തിരക്കിൻ്റെ ഇടയിൽ വിട്ടു പോയതാണ്. വേറെ ഒന്നും വിചാരിക്കും. ബൈസൺ എന്നെപ്പറ്റി 4 വാക്ക് പറഞ്ഞില്ല. അയ്യോ, നീ ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. നമ്മളൊന്നും പാർക്ക് വേണ്ട, അങ്ങനെ പറയില്ലേ. നീ ഇല്ലാതെ നമുക്ക് ലൈഫില്ല, അറിയാമോ? നീ വന്ന ശേഷമാണ് ലൈഫ് മൊത്തം മാറിയത്. മുട്ട പൊട്ടിയാന്നോ ഡ്രീമിറ്റേ? മുട്ട പൊട്ടിയില്ല. അയ്യോ, ലൈറ്റാ പൊട്ടി മുട്ട. മൈ ഗോഡ്, 2 മുട്ടയും പൊട്ടിയാ? സുധീഷ് എടുത്ത് ബാഗ് എടുത്ത് വെച്ചില്ലേ ബൈക്കിൻ്റെ അപ്പുറത്ത് ഡൊമ്മനെ? അപ്പം പൊട്ടിയതാണ്. നല്ല കാര്യമുണ്ട്, പയ്യെ ഹാൻഡിൽ ചെയ്യണ്ടേ. മുട്ട ഉള്ള ഗ്യാസ് ഞാൻ മറന്നുപോയി, അതാണ് വിഷയം. പയ്യെ കളയാതെ പോകാം പെട്ടെന്ന്. ദോശമാവ് ഉണ്ടെന്നോ സുധീഷ്? ഇവിടെ ഇവിടെ ഉണ്ട്, മാവുണ്ട്. ഒരു മാവ് എടുത്തേ, ദോശമാവ് അടച്ചുണ്ടേ. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. സമ്പാദ്യത്തിൽ നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് ഈ നേരെ വീട്ടിൽ പോയിട്ട് നല്ലപോലെ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കണം, അത്ര തന്നെ. കമോൺ ക്വിക്ക്. വീട്ടിലേക്ക് വന്നാച്ചി. ഇതാര് ഉണ്ടല്ലോ? എന്തോ പറയണത്? എന്ത് പ്ലാന്? ജ്യൂസ്. പൂച്ച പോണ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പക്കു ഡ്രൈവറാണ് രാത്രി ആട്ടോ ഓടാൻ. വാടക പൈസ വാങ്ങണം, ചുമ്മാ കൊടുക്കാൻ പാടില്ല ആട്ടോയൊന്നും. ഇപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചോറ്, മുട്ട ഓംലെറ്റ്, നാരത്തങ്ക ഊർഗായ്, പിന്നെ തീയൽ. കഴിക്കാം. കമോൺ, നീ പറഞ്ഞാ കഴിക്കാൻ. നീ ചോറ് വേണോ? നിനക്ക് 6 മാസം ആവട്ടെ ചോറ് തരാം കേട്ടാ. എരിവും ഉപ്പും ഒരു സദ്യ ഉണ്ട് അല്ലേ 6 മാസം കഴിഞ്ഞാ. ഇപ്പൊ ഒന്നും വേണ്ട കേട്ടാ. ഇപ്പൊ ആള് പോയി ചിരിയാ കേട്ടാ. ഇപ്പൊ ഭയങ്കര ചിരിയാ കേട്ടാ. ഇവള് ചിരിക്കും, കളിക്കും, പിന്നെ അതേപോലെ ചവിട്ടി തരും. നീ എന്തിനാ ഉമ്മ വച്ചത്? എന്നിട്ട് ഉമ്മോട് കുമ്പിട് പണി ആര്? പിള്ളേ കൊഞ്ചി കരയിപ്പിക്കാതാ. എന്നിട്ട് ഒരു പീസ് മുട്ട എടുത്തിട്ട് നടുക്ക് വച്ചിട്ട് അതിൻ്റെ മൂടണം, കുഴിച്ച് മൂടിയിട്ട് അങ്ങനെ എടുത്തിട്ട് എൻ്റെ കാര്യം വ്ളോഗ് എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ചോറ്. ഇപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും കുറച്ച് ശ്രമിക്കുക, ഇഷ്ടപ്പെട്ട് മൂവാക്കുക, മാക്സിമം ലൈഫ് അടിച്ചു പോയി. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ, എല്ലാ പേജ് കട്ടായി നിൽക്കണം. സത്യം പറഞ്ഞെങ്കിൽ ഒട്ടും വയ്യ ക്ഷീണമാണ്. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ചെയ്ത് മതി. ടാറ്റ ബൈ, നാളെ കാണാം.